ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ഓർ കൈൻഡ്സ് ഓഫ് കോൺട്രാക്റ്റ്. All contract may be broadly classified under three main categories. First category according to legal validity or enforceability. Second category according to mode of creation or formation. Third category according to performance. കോൺട്രാക്റ്റിനെ എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിൽ, ഫോർമേഷൻ്റെ ബേസിൽ, പെർഫോമൻസിൻ്റെ ബേസിൽ ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫസ്റ്റ് എൻഫോഴ്സിബിലിറ്റി അല്ലെങ്കിൽ ലീഗൽ വാലിഡിറ്റീൻ്റെ ബേസിലുള്ള കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓൺ ദി ബേസിസ് ഓഫ് enforceability, contract can be classified into four. First one, valid contract. Second one, void contract. Third one, voidable contract. Fourth one, unenforceable contract. എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിൽ കോൺട്രാക്റ്റിനെ നാലായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. സെക്കൻഡ് വൺ വരുന്നത് വോയിഡ് കോൺട്രാക്റ്റ് ആണ്. തേർഡ് വൺ വരുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ഫോർത്ത് വൺ വരുന്നത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ആണ്. എന്താണ് വാലിഡ് കോൺട്രാക്റ്റ്? A contract which satisfies all the legal requirements laid down in Section 10 of the Contract Act is a valid contract. Such contract creates right in personam and is legally enforceable. അതായത് ഒരു കോൺട്രാക്റ്റ് വാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഓർക്കണ്ട, നമ്മൾ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലിമെൻറ്റ്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ആ എസെൻഷ്യൽ എലിമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ലോ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വരുന്നത് വോയിഡ് എഗ്രിമെൻറ്റ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിലുള്ള വോയിഡ് എഗ്രിമെൻറ്റ്. An agreement not enforceable by law is said to be void. Such agreements are void ab initio, which mean they are unenforceable right from the time they are made. അതായത് പെർഫോം ചെയ്യാൻ പറ്റാത്ത, ലോ എൻഫോഴ്സ് ചെയ്യാത്ത എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാലിഡ് അല്ലാത്തതായിരിക്കും. അതായത് വോയിഡ് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അബ് സെൻറ്റൻസ് മറന്നു പോകരുത്. എല്ലാ വോയിഡ് എഗ്രിമെൻറ്റ്സും വോയിഡ് അബ് ഇനീഷ്യോ ആയിരിക്കും. ദാറ്റ് മീൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ വോയിഡ് എഗ്രിമെൻറ്റ്സിന് വാലിഡിറ്റി ഉണ്ടാവില്ല. വോയിഡ് എഗ്രിമെൻറ്റിന് ഒരു എക്സാമ്പിളാണ് എഗ്രിമെൻറ്റ് വിത്ത് മൈനർ എന്ന് പറയുന്നത്. നമ്മൾ മൈനറുമായിട്ട് ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് വാലിഡിറ്റി ഇല്ല. സോ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആണ്. സച്ച് എഗ്രിമെൻറ്റ്സ് ആർ വോയിഡ് അബ് ഇനീഷ്യോ. അതുകൊണ്ട് തന്നെ ആ എഗ്രിമെൻറ്റ് ലോയ്ക്ക് എൻഫോഴ്സ് ചെയ്യാനും പറ്റില്ല. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് വോയിഡ് കോൺട്രാക്റ്റ്. Section 2 subsection J provides that a contract which ceases to be enforceable by law becomes void when it ceases to be enforceable. A contract when originally entered into may be valid and binding on both the parties, but later on it becomes legally unenforceable due to some reason. ഇറ്റ് ദെൻ ബിക്കംസ് എ വോയിഡ് കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് ആ കോൺട്രാക്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അത് വാലിഡായി മാറാതിരിക്കുക, അതായത് അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് വോയിഡ് കോൺട്രാക്റ്റ് അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിരിക്കും. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഈ വോയിഡ് കോൺട്രാക്റ്റിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിലിരിക്കുന്ന സമയത്ത്, പ്രശ്നമൊന്നുമില്ലാത്ത സമയത്ത് ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക ചെയ്യുന്നത്. ആ എഗ്രിമെൻറ്റ് അവർ തമ്മിൽ യുദ്ധം ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതായത് മേക്ക് ചെയ്ത സമയത്ത് അതിന് വാലിഡിറ്റി ഉണ്ടായിരുന്നു, പിന്നെ എന്തെങ്കിലും കാരണവശാൽ
അതിൻ്റെ വാലിഡിറ്റി ലൂസായി പോകുന്നതിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വോയിഡ് കോൺട്രാക്റ്റും വോയിഡ് എഗ്രിമെൻറ്റും രണ്ടും രണ്ടാണ്. വോയിഡ് എഗ്രിമെൻറ്റ് വോയിഡ് അബ് ഇനീഷ്യോ ആണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വാലിഡിറ്റി ഇല്ല. വോയിഡ് കോൺട്രാക്റ്റിന് ഉണ്ടാക്കുന്ന സമയത്ത് വാലിഡിറ്റി ഉണ്ട്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് വാലിഡിറ്റി ഉണ്ട്, പിന്നീട് അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസ് ആണ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ഓർ ഇല്ലീഗാലിറ്റി ആസ് ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ 56. or in case of voidable contract when the parties whose consent is not free. അതായത് നമ്മൾ ഒരാൾ വോയിഡ് കോൺട്രാക്റ്റ് അതായത് ഫ്രീ കൺസെൻറ്റ് ഇല്ലാതെ ഒരു പാർട്ടീനെ നിർബന്ധിപ്പിച്ച് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് വോയിഡ് കോൺട്രാക്റ്റായി മാറും. അതല്ലെങ്കിൽ എ കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് to do or not to do something on the happening of an event become void when that event become impossible. അത് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് ആവുന്ന സമയത്തും അത് വോയിഡ് കോൺട്രാക്റ്റായി മാറും. കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കാരണമാണ് കണ്ടിൻജൻറ്റ് കോൺട്രാക്റ്റ് വോയിഡ് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ്. An agreement which is enforceable by law at the option of one or more of the parties thereto but not at the option of others is a voidable contract. This means a contract which can be put to an end at the option of one party to the contract is called a voidable contract. Free consent is an essential element of a valid contract. If the consent given is not free, such a party can avoid the contract if he wants. If the consent was obtained under coercion, force, etc., the contract is voidable at the option of the parties whose consent was not free. In a voidable contract, a right to or option is open to the aggrieved party, that is, the party whose consent is not free, that either to repudiate the contract or to abide by it. Thus, a voidable contract continues to be valid and enforceable till it is repudiated by the aggrieved party. വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റിന് എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആയിരിക്കും. പക്ഷേ ആ കോൺട്രാക്റ്റിലെ എല്ലാ പാർട്ടീസും ആ കോൺട്രാക്റ്റിൽ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്തതായിരിക്കില്ല. ചിലപ്പം ആരോ ഭീഷണിപ്പെടുത്തിയിട്ടോ ത്രെറ്റൻ ചെയ്തിട്ടോ ഒക്കെ നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിന് ഒരു കോൺട്രാക്റ്റിൻ്റേതായ എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും ഫുൾഫിൽ ചെയ്തിട്ടും ഉണ്ടാകും. പക്ഷെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് ഈ കൊയേഷൻ അല്ലെങ്കിൽ ത്രെറ്റനിങ്ങിൻ്റെ ബേസിലുമായിരിക്കും. അപ്പം നമ്മളത് റിപ്പോർട്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ നമ്മളത് ഇത് എന്നെ കൊയേഷനിലൂടെയാണ് ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് വരെ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെ വരുന്ന കോൺട്രാക്റ്റിനാണ് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഒരു വോയിഡബിൾ കോൺട്രാക്റ്റ് അതുകൊണ്ട് തന്നെ വാലിഡ് കോൺട്രാക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയാണെങ്കിൽ നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ടില്ല, കോൺട്രാക്റ്റ് നമ്മൾ അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്യും. അഗ്രീവ്ഡ് പാർട്ടി കംപ്ലൈൻറ്റ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ വോയിഡബിൾ കോൺട്രാക്റ്റ് വാലിഡ് അല്ലാതെയായിട്ട് മാറുള്ളൂ. ഇത്രയുമാണ് എൻഫോഴ്സബിലിറ്റീൻ്റെ ബേസിലുള്ള കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. 4 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഫസ്റ്റ് വൺ വാലിഡ് കോൺട്രാക്റ്റ് ആണ്. വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ എസെൻഷ്യൽ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന സമയത്ത് ആ കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും. പിന്നീട് എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെട്ടു പോകുന്നത് തന്നെയാണ് നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വോയിഡ് എഗ്രിമെൻ്റ് ഉണ്ട്. വോയിഡ് കോൺട്രാക്റ്റും വോയിഡ് എഗ്രിമെൻറ്റും മാറിപ്പോകരുത്. വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വാലിഡിറ്റി ഇല്ലാത്തതിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ദേ ആർ വോയിഡ് അപ്പ് ഇനീഷ്യോ ആണ്. നെക്സ്റ്റ് വരുന്നത് വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ്. ഈ വോയിഡബിൾ കോൺട്രാക്റ്റ് ഈസ് എ കോൺട്രാക്റ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ അറ്റ് ദി ഓപ്ഷൻ ഓഫ് അഗ്രീവ്ഡ് പാർട്ടി. ഈ വോയിഡബിൾ കോൺട്രാക്റ്റിൽ ഒരു ലീഗലി ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഉണ്ടായിരിക്കും. പക്ഷേ അതിൽ ഒരു പാർട്ടി
അയാളുടെ ഇഷ്ടത്തിനായിരിക്കില്ല ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവാം. ഇത്രയുമാണ് എൻഫോഴ്സിബിലിറ്റീൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇതിൽ തന്നെ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഫസ്റ്റ് അതിൽ ഒന്ന് ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആണ്. എൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് ഐദർ പ്രോഹിബിറ്റഡ് ബൈ ലോ ഓർ അതർവൈസ് എഗെയിൻസ്റ്റ് ദി പോളിസി ഓഫ് ലോ ഈസ് എൻ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്. സച്ച് എൻ എഗ്രിമെൻറ്റ് ഈസ് നള്ളിറ്റി ആൻഡ് ഈസ് വോയിഡ് അബ് ഇനീഷ്യം. ലോക്ക് എതിരായിട്ട് എന്തെങ്കിലും എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റിനെയാണ് ഇല്ലീഗൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ സ്മഗ്ലിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുക, അതൊരു ഇല്ലീഗൽ എഗ്രിമെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. ആൻ അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് ഈസ് ദാറ്റ് വിച്ച് ക്യാൻ ബി വാലിഡ് ആൻഡ് എൻഫോഴ്സിബിൾ ബട്ട് ഫോർ certain technical defects such as want of proof, expiry of the period within which enforceable, absence of writing, registration and attestation, insertion the stamp etc. it become unenforceable. ഒരു അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ ചിലപ്പോൾ അതിൽ മതിയായ സ്റ്റാമ്പ് ഒട്ടിക്കാതിരിക്കാം, എന്തെങ്കിലും ഒരു സിഗ്നേച്ചറിൻ്റെ ആബ്സെൻസ് വരിക, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കാരണം ഒരു കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് അൺഎൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. നെക്സ്റ്റ് സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ക്രിയേഷൻ. On the basis of mode of creation, a contract can be classified into express contract, implied contract, quasi contract. Express contract. An express contract is that which is made in writing or by words of mouth. എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വേർഡിലൂടെയോ നമ്മൾ എഴുതിയിട്ടുള്ള കോൺട്രാക്റ്റോ അല്ലെങ്കിൽ നമ്മൾ വായന കൊണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള കോൺട്രാക്റ്റിനെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ an implied contract is one which arises out of act or conduct of the parties or out of dealings between them. അതായത് അത് ഇംപ്ലൈഡ് ആണ്, റൈറ്റ് ചെയ്തിട്ടില്ല, എന്നിരുന്നാലും നമുക്കറിയാം അങ്ങനെ ഒരു ഹിഡൻ കോൺട്രാക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടിന്യൂസ് കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ പാർട്ടീസ് മേ ഗീവ് റൈസ് ടു ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. അതായത് നമുക്ക് അറിയാം ബസ്സിൽ ഒരു കോൺട്രാക്റ്റ് ആണെന്ന് നമുക്കറിയാം. ബസ്സിൽ ഒരു സീറ്റിൽ ഇരിക്കുക എന്നുള്ളത് ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. നമുക്ക് ഏത് സ്റ്റോപ്പാണോ ഇറങ്ങേണ്ടത് ആ സ്റ്റോപ്പ് വരെ നമുക്ക് ബസ്സിലിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇത് നമ്മളോട് ആരും പറയുന്നില്ല. ഇറ്റ്സ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വരുന്നത് ക്വിസി കോൺട്രാക്റ്റ് ആണ്. Under certain circumstances, law itself creates legal rights and obligations against the parties. These obligations are known as quasi contract. പ്രത്യേകിച്ച് ഒരു കോൺട്രാക്റ്റ് ഒന്നും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ലോ ഒരു കോൺട്രാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് ക്വിസി കോൺട്രാക്റ്റ്. There is no intention to parties to create a quasi contract, but law imposes them to create a contract. ക്വിസി കോൺട്രാക്റ്റിന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി, അപ്പം നമുക്ക് ആ ഓണറിനെ കണ്ടുപിടിച്ച് ആ പേഴ്സ് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒരു സൈലൻറ്റ് കോൺട്രാക്റ്റാണ്. അവിടെ നമ്മളെ ആരും കമ്പൽ ചെയ്യുന്നൊന്നുമില്ല, പക്ഷേ അവിടെ നമ്മളെ സർക്കംസ്റ്റാൻസസ് ഒരു കോൺട്രാക്റ്റ് മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഒരു ഒബ്ലിഗേഷൻ നമുക്ക് വരികയാണ് ചെയ്യുന്നത്, ആ പേഴ്സ് തിരിച്ച് ഏൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ ക്വിസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് എക്സിക്യൂഷൻ. ഓൺ ദി ബേസിസ് ഓഫ് എക്സിക്യൂഷൻ കോൺട്രാക്റ്റിനെ can be classified into executed contract, executory contract, unilateral contract and a bilateral contract. When a contract has been completely performed, it is termed as executed contract. ഒരു കോൺട്രാക്റ്റ് അതിൽ മുഴുവനായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായി പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. For example, X sells a radio set to Y for ₹300. Y pays the price. Both the parties have performed their respective obligation
ആൻഡ് ദെർഫോർ ഇറ്റ്സ് ആൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്. നിങ്ങളൊരു സാധനം വാങ്ങാൻ പോയിട്ട് റേഡിയോ വാങ്ങിക്കാൻ പോയി, റേഡിയോ വാങ്ങിച്ചു, ഷോപ്പുകാരൻ നിങ്ങൾക്ക് റേഡിയോ തന്നു, നിങ്ങളതിൻ്റെ പൈസ കൊടുത്തു. അവിടെ ഒരു എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റാണ്. നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്തു, നിങ്ങൾ ക്യാഷ് കൊടുക്കുകയും ചെയ്തു, നിങ്ങളുടെ ഒബ്ലിഗേഷൻ അവിടെ കംപ്ലീറ്റ് ആയി. ഇനി എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ വെൻ വൺ ഓർ ബോത്ത് ദി പാർട്ടീസ് ടു ദി കോൺട്രാക്റ്റ് ഹാസ് സ്റ്റിൽ പെർഫോം ദെയർ ഒബ്ലിഗേഷൻ ഇൻ ഫോർ വിച്ച് ദി കോൺട്രാക്റ്റ് ഈസ് ടേംഡ് ആസ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. ഒന്നല്ലെങ്കിൽ കോൺട്രാക്റ്റിലെ ഒരാളോ അല്ലെങ്കിൽ രണ്ട് പേരും തന്നെയോ ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ലിഗേഷൻ മുഴുവനായി പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് പറയുന്ന പേരാണ് എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്. Unilateral contract. A unilateral contract is one-sided contract in which only one party has to perform his promise or obligation to do or forbear it. അതായത് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആകുന്ന സമയത്ത് ഒരു പാർട്ടി മാത്രം അയാളുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ ലഗേജ് ഒരു കൂലിനെ കൊണ്ട് എടുപ്പിച്ചു. എടുപ്പിച്ച് കഴിഞ്ഞു, അയാൾ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ ആ ലഗേജ് കൊണ്ടുവച്ചു. ആ സമയത്ത് അവിടെ അയാളുടെ ഒബ്ലിഗേഷൻ അയാൾ പെർഫോം ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒരാൾ അയാളുടെ ഒബ്ലിഗേഷൻ മാത്രം പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ ക്യാഷ് കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു പാർട്ടി മാത്രം ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് യൂണിലാറ്ററൽ കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വരുന്ന ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. എ ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ഈസ് വൺ വിച്ച് in which both the parties have to perform their respective promises or obligation to do or forbear. അതായത് രണ്ട് പാർട്ടീസിൻ്റെയും ഒബ്ലിഗേഷൻ ഔട്ട്സ്റ്റാൻഡിൽ ആണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. നെക്സ്റ്റ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ വോയിഡ് എഗ്രിമെൻറ്റ് ആൻഡ് വോയിഡബിൾ കോൺട്രാക്റ്റ്. വോയിഡ് എഗ്രിമെൻറ്റും വോയിഡബിൾ കോൺട്രാക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. വോയിഡ് ഓർ ഇല്ലീഗൽ. വോയിഡ് എഗ്രിമെൻറ്റ്, ഓൾ വോയിഡ് എഗ്രിമെൻറ്റ് നീഡ് നോട്ട് ബി നെസസറിലി ഇല്ലീഗൽ. വോയിഡബിൾ കോൺട്രാക്റ്റ്, ഓൾ ഇല്ലീഗൽ എഗ്രിമെൻറ്റ്സ് ആർ ഓൾവേസ് void. Second one, effect on collateral agreements. The collateral agreements do not become void. The collateral agreements also become void. Restoration of benefit received. If a contract became void, subsequently the benefit received must be restored to the other party. The money advanced or thing given cannot be claimed back. Next, distinction between void agreement and voidable contract. Void agreement is void ab initio. Voidable contract, it is valid when made and continues to be remain valid till it is repudiated by the aggrieved party. Enforceability, void agreement cannot be enforced by any party. Voidable contract continues to be enforceable if the aggrieved party does not repudiate the contract. Right of third party. Third party does not require any right. Voidable contract, third party can acquire valid title from the person claiming under such contract. Effect of lapse of reasonable time. Even on the expiry of a reasonable time, it can never become valid contract. On the expiry of reasonable time, valid contract may become voidable contract may become valid contract if the aggrieved party does not repudiate the contract within the reasonable time. Damages. The question of damages does not arise in case of void agreement, but in case of voidable contract, the aggrieved party can claim damages. ഇത്രയുമാണ് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. കോൺട്രാക്റ്റിന് നമ്മൾ മെയിനായിട്ട് 3 ഹെഡായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. വാലിഡിറ്റിൻ്റെ ബേസിൽ, മോഡ് ഓഫ് ക്രിയേഷൻ്റെ ബേസിൽ, പെർഫോമൻസിൻ്റെ ബേസിൽ. വാലിഡിറ്റിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് വാലിഡ് കോൺട്രാക്റ്റ്, വോയിഡ് കോൺട്രാക്റ്റ്, വോയിഡബിൾ കോൺട്രാക്റ്റ് ആൻഡ് എൻഫോഴ്സിബിൾ കോൺട്രാക്റ്റ്. നെക്സ്റ്റ്
ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്രിയേഷൻ അല്ലെങ്കിൽ ഫോർമേഷൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ ബേസിൽ നമ്മൾ കോൺട്രാക്റ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് ആൻഡ് ടാക്റ്റിക് കോൺട്രാക്റ്റ്. നെക്സ്റ്റ് വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് പെർഫോമൻസിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ എക്സിക്യൂട്ടഡ് കോൺട്രാക്റ്റ്, എക്സിക്യൂട്ടറി കോൺട്രാക്റ്റ്, യൂണിലാറ്ററൽ കോൺട്രാക്റ്റ് ആൻഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ്. ഇത്രയുമാണ് കോൺട്രാക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്.